നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ തല്ലുമാല, ആലപ്പുഴ ജിങ്കാന, കണ്ണൂർ സ്കോഡ്, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഡബ്ബിങ് നടന്നിട്ടുണ്ടാവുക ഇല്ലേ? അറിയണ്ടേ? ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്ട്രെസ് ബോയ്. ഒരു സിനിമ ഉണ്ടാവുന്നത് എങ്ങനെ? സിനിമക്ക് എന്തിനാ ഡബ്ബിങ്? ശരിയാണല്ലോ, സിനിമക്ക് എന്തിനാ ഡബ്ബിങ്? ഷൂട്ടിംഗ് സമയം തന്നെ മൈക്ക് വെച്ചെടുത്താ പോരെ? അങ്ങനെ മായാജാലമായ ക്വസ്റ്റ്യനുകളുമായി ഞാനും രാവിലെ തന്നെ മറൈൻ ഡ്രൈവിലേക്ക് ഒരു വാക്കിങ്. ഇനിയിപ്പോ അതെന്തിനാ വയ്ക്കണ്ട, മൂഡ് ശരിയാവാൻ. ഇതേ പിന്നെയും അതും മൂഡ് ശരിയാവാൻ പോസിറ്റീവ് ആവണ്ടേ? ഡയറക്ടർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് അന്നദാനമൊക്കെ ചെയ്തു. എന്തിന്? പ്രാവിന്. രാവിലെ എന്നെ പുണ്യകർമ്മം ചെയ്തോട്ട് വെച്ചിട്ട് ചെയ്തതാ. ഇത് 3-4 കയ്യിൽ കയറി എൻ്റെ കയ്യൊക്കെ മാന്തി സീനായി. ഡയറക്ടർ എപ്പോഴും മുന്നിലാണല്ലോ, കയറി. നമ്മളെ ഹരിയേട്ടൻ ചീഫ് അസോസിയേറ്റ്, വാസോട്ടൻ അസോസിയേറ്റ്, നേരെ പോയി ഇറങ്ങിയത് സപ്ത റെക്കോർഡ്സിലാണ്. കാരണം നാളെ രാവിലെ 10 മണിക്ക് കൃത്യത്തെന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിട്ടില്ല. നേരെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ വൈബാണ്. മുകളിൽ സ്റ്റെയർ ചെയ്ത് നമ്മളെ റെക്കോർഡിങ് നമ്പർ 1-ലാണ്. 3-4 ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓണറൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് കേട്ടിട്ടുള്ളൂ. ഇനി ഫുള്ള് ഒരു മൂടി എഫക്റ്റായിരിക്കും. സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി അടിപൊളി വൈബാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി മുതൽ വലിയ വലിയ നടന്മാരൊക്കെ ഇരുന്ന സോഫയിലാണ്. എന്ത് പ്രൗഡ് മൊമെന്റ് ആയിരുന്നു എന്നറിയാം. പേപ്പറെല്ലാം ഒരു ദിവസം പട്ടമാവും എന്നല്ലേ. അങ്ങനെ ആച്ചാ ഉച്ചകൾക്കൊന്നും ഇതിനുള്ളിൽ പെർമിഷൻ ഇല്ല. പിന്നെ നമ്മൾ കരയുണ്ട്. ഞാൻ രാവിലെ തന്നെ ഏത് സെക്ഷൻ റീലായിട്ടാണ് സിനിമ ഉണ്ടാവുക, ആ റീൽസ് ഒക്കെ ഏത് സെക്ഷനിൽ നമുക്ക് ഡബ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് ഡബ്ബിംഗ് റൂമിൽ ഈ കാണുന്ന മൈക്കിൽ ചെവിയിലെല്ലാം ഹെഡ്ഫോണിൽ കേൾക്കുക, സ്ക്രീനിൽ കാണൂ, അതേപോലെ പറഞ്ഞാൽ മതി. പറയുമ്പോൾ എല്ലാം എളുപ്പം, ചെയ്യുമ്പോൾ കഷ്ടപ്പാട്. നമ്മൾ പറയുന്നത് ഓടിച്ചാലല്ലോ ഈ ചങ്ങായി വേണോ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി തരാം. അതാണ് ഏറ്റവും വലിയ പണി. നല്ല പണിയുണ്ട്. ഡയറക്ടറോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ലേ, പിന്നെ എന്തിനാ ഇവിടെ ഡബ് ചെയ്യുന്നത്? അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സിങ് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡബ് ചെയ്യണ്ട. നമ്മളിപ്പോൾ പൈലറ്റ് ട്രാക്ക് എടുത്തിട്ട് വന്ന് ഡബ് ചെയ്യുന്നതാണ്. സിങ് സൗണ്ട് ആണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് കിട്ടും. ഇതാകുമ്പോൾ അവിടുത്തെ ബാക്കി നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഡബ് ചെയ്യണം. പൈലറ്റും ട്രാക്ക് എന്നൊക്കെ കേട്ട് പേടിക്കണ്ട. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ് സൗണ്ട് വലിയ മൈക്കലായിട്ട് സ്പോട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു പൊടി ഒച്ചാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ആ ഒരു മൂഡാണെങ്കിൽ ഡബിങ്ങിന്റെ ആവശ്യമില്ല. നോർമലി ചെയ്യുന്നത് അവിടെ നമ്മൾ ചെറിയൊരു മൈക്ക് വെച്ച് നമ്മുടെ ഡയലോഗ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അതാണ് പൈലറ്റ്. അത് വെച്ച് നമ്മൾ ഡബിങ് റിയൽ ആയിട്ട് ചെയ്യും. കാണുമ്പോൾ അങ്ങ് ഓടിപ്പോയി ഹെഡ്ഫോണൊക്കെ ചെവിയിൽ വെച്ച് മൈക്ക് പാടിച്ച് ഡയലോഗ് പറയാമെന്ന് വിചാരിക്കും. ബട്ട് നോട്ട് പോസിബിൾ. ഹെഡ്ഫോണിൽ കേട്ട് അതേ ടൂണിൽ വേണം നമ്മൾ പറയാൻ. നല്ല ടാസ്കാ, കാണുന്ന പോലെയല്ല. അതിഭീകര കാമുക എന്ന സിനിമയിൽ അതിഭീകരമായി ഇതാ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറം നമ്മൾ വാസോട്ട് ഇതാ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറവ മുതൽ മഞ്ഞുമൽ ബോയ്സ്, കണ്ണൂർ സ്കോഡ്, അങ്ങനെ ഒരുപാട് സിനിമകൾ വലിയ വലിയ നായകന്മാർ ഡബ് ചെയ്ത സ്ഥലത്താണ് ഞാനൊക്കെ ഡബ് ചെയ്തെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതാണ് സ്റ്റുഡിയോ റൂം. ഇതിപ്പോൾ നമ്മളിവിടെ നിന്ന് ഡബ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഡയലോഗ്സ് നമുക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റും, അതേപോലെ പറയണം. ഇതിനൊക്കെ ഒരു ഭാഗ്യമാണ്. ഈ സൗണ്ട് എഞ്ചിനീയറോട് ഞാൻ 100 ചോദിച്ചു, ഈ സാധനമൊക്കെ എന്താണ്, കുറെ തിരിക്കാനും കുറക്കാനും ഉണ്ടല്ലോ. ചങ്ങായി പറഞ്ഞു തന്നില്ല. ഓരോ മോഡുലേഷനും ഇപ്പുറത്തെ റൂമിലിരുന്ന് നമ്മളെ സാറന്മാരിങ്ങനെ പറഞ്ഞു. ഇത്രയും സിമ്പിളായ ഒരു ഡയറക്ടർ ഉണ്ടോ എന്നറിയില്ല. കൊറോണ ധവാന്റെ ഡയറക്ടറാണ് നിതിൻ CC. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ സ്വന്തം അശ്വിനേട്ടനാണ് ഉള്ളത്. അശ്വിനേട്ടാ, ഈ ഡബ്ബിങ് ഭയങ്കര ടാസ്ക് ആണോ? ഭയങ്കര ടാസ്ക് എന്ന് വെച്ചാൽ ടാസ്ക്കാണ്. കാരണം അഭിനയിച്ചത് അതുപോലെ ഡബ്ബിയുണ്ട്. നമുക്ക് നമ്മൾ ചെറിയ വോയിസ് പോലും അതേപോലെ തന്നെ എടുക്കണം അല്ലേ? എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും അവിടെ നിന്ന് ഡബ് ചെയ്യുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് നമുക്കുണ്ടാവും. സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡബ്ബിങ് സെക്ഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല നോയ്സ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ADs ഇങ്ങനെ ഒച്ചാക്കുന്നുണ്ടാവും, ഡയറക്ടർ ഒച്ചാക്കുന്നുണ്ടാവും. അപ്പം എല്ലാവരും നോയ്സൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് നാട്ടുകാർ അപ്പുറത്തേച്ച് അലക്കുന്നുണ്ടാവും. അപ്പോൾ പല പ്രശ്നങ്ങളും എല്ലാം മാറ്റി ഫ്രഷായി ഡബ് ചെയ്ത് ആണ് നമുക്ക് സിനിമയിൽ നമ്മൾ തിയേറ്ററിൽ കേൾക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടാണ് ഡയലോഗ് പറയുന്നത് വെച്ചോ, അതേപോലെ ഈ ഒരു സ്ഥലത്തുനിന്ന് അതേ ആക്ഷൻ കൊടുത്ത് ആ ഒരു വോയിസ് ടോൺ തന്നെ കൊണ്ടുവരണം. അതാണ് ഡബ്ബിങ്ങിൻ്റെ ഇഷ്യൂ. ഇപ്പോൾ വെള്ളടിച്ചിട്ടാണെങ്കിൽ വെള്ളടിച്ച പോലെ തന്നെ പറയണം.
ഓ നല്ല പണിയുണ്ട്. നമ്മൾ അവിടുന്ന് ചിലപ്പോൾ ആവേശത്തിൽ എന്തും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ടോണ് കിട്ടാൻ നല്ല പണിയുണ്ട്. നമ്മൾ ചെയ്ത് കൊണ്ടുവരും. പിന്നെ വലിയ ആർട്ടിസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ സെറ്റാവും. ലുക്കുവേട്ടനും അശ്വേട്ടനുള്ള ഒരുമിച്ചുള്ള ഡയലോഗ്സ് അവർ കേട്ട് അതേപോലെ അവിടുന്ന് തന്നെ പ്രസന്റ് ചെയ്യും. അതിന്റെ ഏറ്റവും ഭംഗിയെന്ന് വെച്ചാലേ അവരെപ്പുറം വെറുതെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ സിനിമയുടെ കാര്യം നിങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ, ഫുൾ വൈബായിരിക്കും. അങ്ങനത്തെ ഒരു പറയല്ലേ. നിങ്ങളെ സൗണ്ടും അടിപൊളിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഏതൊക്കെ രീതിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവാന്ന് കൂടി അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കലാകാരനെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത്. നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ.